മലയാള സിനിമയുടെ ചരിത്രമെടുത്താൽ കഴിഞ്ഞ 50 വർഷമായി ആ സിംഹാസനത്തിൽ മാറ്റമില്ലാതെ തുടരുന്ന ഒരു പേരുണ്ട്: മമ്മൂട്ടി. നമ്മൾ അദ്ദേഹത്തെ സ്ക്രീനിൽ കണ്ടിട്ടുണ്ട്. കരയിപ്പിക്കുന്ന അച്ഛനായും വിറപ്പിക്കുന്ന വില്ലനായും നാടുഭരിക്കുന്ന രാജാവായുമൊക്കെ. പക്ഷേ ക്യാമറ ഓഫ് ചെയ്തതിന് ശേഷം അദ്ദേഹം ആരാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സിനിമയിൽ കോടികൾ പ്രതിഫലം വാങ്ങുന്ന താരങ്ങൾ പലരുമുണ്ട്. എന്നാൽ ആ കിട്ടുന്ന പണം വെറുതെ ബാങ്കിലിടാതെ വളരെ ബുദ്ധിപൂർവം പല ബിസിനസ്സുകളിലായി നിക്ഷേപിച്ച് ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്ത ഒരു മമ്മൂട്ടിയുണ്ട്. ആർഭാടങ്ങളില്ലാതെ, പത്രവാർത്തകളില്ലാതെ അദ്ദേഹം പടുത്തുയർത്തിയ കോടികളുടെ ബിസിനസ് സാമ്രാജ്യം. സിനിമാ നിർമ്മാണ കമ്പനികൾ, വിതരണ കമ്പനികൾ, IT മേഖലയിലെ നിക്ഷേപങ്ങൾ, വമ്പൻ ആശുപത്രി ശൃംഖലകളിലെ പങ്കാളിത്തം, എന്തിന് കോടികൾ വിലമതിക്കുന്ന കൃഷിയിടങ്ങൾ വരെ. ഇതൊരു നടന്റെ കഥയല്ല, തോൽക്കാൻ മനസ്സിലാത്ത വളരെ കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരു ഒന്നാം കിട ബിസിനസ്സുകാരന്റെ കഥയാണ്. അപ്പോൾ എല്ലാവർക്കും കഥ ക്രോണിക്കിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുപോലത്തെ നല്ല കണ്ടന്റുകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഈ ബിസിനസ് ബുദ്ധി അദ്ദേഹത്തിന് എവിടെ നിന്നാണ് കിട്ടിയത്? അതിന്റെ ഉത്തരം അദ്ദേഹത്തിന്റെ ഭൂതകാലത്തിലുണ്ട്. സിനിമയിൽ വരുന്നതിന് മുൻപ് അദ്ദേഹം മുഹമ്മദ് കുട്ടി എന്ന ഒരു വക്കീലായിരുന്നു. നിയമം പഠിച്ച ഒരു വ്യക്തിക്ക് കാര്യങ്ങളെ വളരെ വിശകലനം ചെയ്ത് കാണാൻ കഴിയും. ഒരു കരാർ ഒപ്പിടുമ്പോൾ അതിലെ ലാഭനഷ്ടങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. തന്റെ ആദ്യകാല സിനിമകളിൽ അഭിനയിക്കുമ്പോൾ തന്നെ സിനിമ എന്ന വ്യവസായം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പഠിച്ചു തുടങ്ങി. വെറുതെ അഭിനയിച്ച് പണം വാങ്ങുന്നതിനേക്കാൾ ഈ വ്യവസായത്തിന്റെ നിയന്ത്രണം സ്വന്തം കൈകളിലിരിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെയാണ് അദ്ദേഹം തന്റെ സുഹൃത്തുക്കളായ മോഹൻലാൽ, IV ശശി, സീമ എന്നിവർക്കൊപ്പം ചേർന്ന് കാസിനോ ഫിലിംസ് എന്ന നിർമ്മാണ കമ്പനി തുടങ്ങുന്നത്. നാടോടിക്കാറ്റ്, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് തുടങ്ങിയ എക്കാലത്തെയും വലിയ ഹിറ്റുകൾ ജനിച്ചത് അവിടെ നിന്നാണ്. അതായിരുന്നു ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ കാൽവെപ്പ്. 90കളുടെ അവസാനമായപ്പോഴേക്കും സാങ്കേതികവിദ്യ വലിയ രീതിയിൽ മാറാൻ തുടങ്ങി. ടെലിവിഷൻ എന്ന മാധ്യമം കേരളത്തിലെ ഓരോ വീടുകളിലേക്കും കടന്നുവന്നു. മറ്റു പല സിനിമാക്കാരും ടെലിവിഷനെ ഒരു ശത്രുവായി കണ്ടപ്പോൾ മമ്മൂട്ടി അതിലൊരു വലിയ ബിസിനസ് സാധ്യത കണ്ടു. അദ്ദേഹം മെഗാബൈറ്റ്സ് എന്ന പേരിൽ ഒരു ടെലിവിഷൻ നിർമ്മാണ കമ്പനി തുടങ്ങി. മലയാളത്തിലെ ആദ്യകാല മെഗാ സീരിയലുകൾ പലതും നിർമ്മിച്ചത് ഈ കമ്പനിയാണ്. അതുമാത്രമല്ല, ടെക്നോളജിയോട് അദ്ദേഹത്തിനുള്ള താൽപ്പര്യം വളരെ വലുതായിരുന്നു. പുതിയ ഗാഡ്ജറ്റുകൾ സ്വന്തമാക്കാൻ മാത്രമല്ല, IT മേഖലയിൽ നിക്ഷേപങ്ങൾ നടത്താനും അദ്ദേഹം ശ്രദ്ധിച്ചു. കേരള സർക്കാരിന്റെ IT പദ്ധതികളുടെ ബ്രാൻഡ് അംബാസഡറായി അദ്ദേഹം മാറിയത് വെറുമൊരു താരമായതുകൊണ്ടല്ല, സാങ്കേതിക വിദ്യയെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള അറിവ് കണ്ടിട്ടാണ്. സിനിമാ വ്യവസായത്തിൽ ഒരു നടൻ എന്ന നിലയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന സമയം. അപ്പോഴാണ് താൻ അഭിനയിക്കുന്ന സിനിമകൾ വിതരണം ചെയ്യാൻ വേണ്ടി അദ്ദേഹം പ്ലേ ഹൗസ് റിലീസ് എന്ന വിതരണ കമ്പനി തുടങ്ങുന്നത്. സിനിമ നിർമ്മിക്കുന്നതിനേക്കാൾ വലിയ ബിസിനസ്സാണ് അത് തിയേറ്ററുകളിൽ എത്തിക്കുക എന്നത്. ഋതു, ചട്ടമ്പിനാട് പോലെയുള്ള ഹിറ്റ് സിനിമകൾ പ്ലേ ഹൗസ് വഴി തിയേറ്ററുകളിലെത്തി. ഒരു സിനിമ എപ്പോൾ റിലീസ് ചെയ്യണം, ഏത് തിയേറ്ററിൽ കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഒരു കലയാണ്. ആ കലയിൽ താനൊരു മാസ്റ്ററാണെന്ന് അദ്ദേഹം പ്ലേ ഹൗസിലൂടെ തെളിയിച്ചു. സിനിമയ്ക്ക് പുറത്ത് അദ്ദേഹം നടത്തിയ നിക്ഷേപങ്ങളാണ് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നത്. അദ്ദേഹം ഒരിക്കലും തന്റെ ബിസിനസ് കാര്യങ്ങൾ പത്രസമ്മേളനം നടത്തി പറയാറില്ല. പക്ഷേ കേരളത്തിലെയും ബാംഗ്ലൂരിലെയും വലിയ ഹെൽത്ത് കെയർ പ്രൊജക്റ്റുകളിൽ അദ്ദേഹത്തിന് നിക്ഷേപമുണ്ട്. പ്രമുഖ ആശുപത്രി ശൃംഖലയായ കിംസ് ആശുപത്രിയുടെ വലിയൊരു ഓഹരി ഉടമയാണ് അദ്ദേഹം. അതുപോലെ മകൻ ദുൽഖർ സൽമാനുമായി ചേർന്ന് പ്രശസ്തമായ മദർഹുഡ് എന്ന ബോട്ടീക് ഹോസ്പിറ്റൽ ശൃംഖലയിലും അദ്ദേഹം വലിയ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ആരോഗ്യമേഖല എന്നത് എക്കാലത്തും നിലനിൽക്കുന്ന ഒരു വ്യവസായമാണ്. വളരെ സുരക്ഷിതമായ എന്നാൽ വലിയ ലാഭം തരുന്ന ഇത്തരം മേഖലകൾ തിരഞ്ഞെടുത്തു എന്നതാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് ബുദ്ധി. ഇതുകൂടാതെ കൊച്ചിയിലും ചെന്നൈയിലുമായി വലിയ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളും അദ്ദേഹത്തിനുണ്ട്. പണം ഒരിക്കലും വെറുതെ കിടക്കാൻ പാടില്ല, അത് വളർന്നുകൊണ്ടിരിക്കണം എന്ന തത്വമാണ് അദ്ദേഹം പിന്തുടരുന്നത്. താൻ പഠിച്ച ബിസിനസ് പാഠങ്ങൾ തന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ മകൻ ദുൽഖർ സൽമാൻ. സിനിമയിൽ അഭിനയിക്കാൻ വരുന്നതിന് മുൻപ് തന്നെ മകനെ ഒരു ബിസിനസ്സുകാരനാക്കി മാറ്റാനാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്. ചെന്നൈയിലെ ആശുപത്രി ബിസിനസ്സുകളിലും ദുബായിലെ IT മേഖലയിലുമെല്ലാം ജോലി ചെയ്ത് ബിസിനസ് എന്താണെന്ന് ദുൽഖർ പഠിച്ചു. ഇന്ന് ദുൽഖർ സൽമാൻ സ്വന്തമായി വേഫറർ ഫിലിംസ് എന്ന വലിയൊരു നിർമ്മാണ കമ്പനി നടത്തുന്നുണ്ട്. അഭിനയത്തിനൊപ്പം തന്നെ സ്വന്തമായി ബിസിനസ് ചെയ്ത് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ മകനെ പഠിപ്പിച്ചത് മമ്മൂട്ടി എന്ന അച്ഛനിലെ ബിസിനസ്സുകാരനാണ്. തലമുറകളിലേക്ക് ബിസിനസ് കൈമാറുന്ന ഒരു കൃത്യമായ കോർപ്പറേറ്റ് ബുദ്ധി.
എത്രയൊക്കെ വലിയ ബിസിനസ്സുകളുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സെപ്പോഴും പ്രകൃതിയോടൊപ്പമാണ്. അദ്ദേഹം വെറുമൊരു പേരുകേട്ട കൃഷിക്കാരനല്ല, വളരെ ലാഭകരമായി കൃഷി ചെയ്യുന്ന ഒരാളാണ്. കൊച്ചിയിലെ എളംകുളത്തും മറ്റു പല സ്ഥലങ്ങളിലുമായി അദ്ദേഹത്തിന് സ്വന്തമായി വലിയ കൃഷിയിടങ്ങളുണ്ട്. തികച്ചും ജൈവ രീതിയിലുള്ള കൃഷി, സ്വന്തമായി ഒരു വലിയ ഡയറി ഫാം. തന്റെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളും പാലും മാത്രമല്ല, അത് വലിയൊരു ബിസിനസ് മോഡൽ കൂടിയായി അദ്ദേഹം വികസിപ്പിച്ചിട്ടുണ്ട്. മണ്ണിൽ പണിയെടുക്കുന്നതിലെ സന്തോഷത്തിനൊപ്പം കൃഷി എങ്ങനെ ഒരു മികച്ച ബിസിനസ്സാക്കാം എന്ന് അദ്ദേഹം പുതിയ തലമുറയെ കാണിച്ചു കൊടുക്കുന്നു. പക്ഷേ ഇതെല്ലാത്തിനേക്കാളുമുപരി ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മാസ്റ്റർ സ്ട്രോക്ക് കണ്ടത് ഈ അടുത്ത കാലത്താണ്. 70 വയസ്സ് കഴിഞ്ഞപ്പോൾ, മറ്റു പലരും വിശ്രമിക്കാൻ പോയപ്പോൾ, അദ്ദേഹം മമ്മൂട്ടി കമ്പനി എന്ന പേരിൽ ഒരു പുതിയ പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങി. റോഷാക്ക്, നൻപകൽ നേരത്ത് മയക്കം, കണ്ണൂർ സ്ക്വാഡ്, കാതൽ, ഭ്രമയുഗം, ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച 5 സിനിമകൾ. ഇതൊരു സാധാരണ നിർമ്മാണ കമ്പനിയല്ല, വളരെ കൃത്യമായ പ്ലാനിംഗ് ഉള്ള ഒരു ബിസിനസ് മോഡലാണ്. പുതിയ സംവിധായകർ, പുതിയ ആശയങ്ങൾ, കുറഞ്ഞ ചിലവ്, എന്നാൽ വലിയ ലാഭം. മറ്റു ഭാഷകളിൽ 100 കോടി മുടക്കി സിനിമ എടുക്കുമ്പോൾ വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ സിനിമയെടുത്ത് 10 മടങ്ങ് ലാഭമുണ്ടാക്കാൻ മമ്മൂട്ടി കമ്പനിക്ക് കഴിഞ്ഞു. ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും വിശ്വസനീയമായ, ഏറ്റവും ലാഭകരമായ ബ്രാൻഡായി മമ്മൂട്ടി കമ്പനി മാറി. ഒരു സിനിമയുടെ കഥ കേൾക്കുമ്പോൾ തന്നെ അതിലെ ബിസിനസ് സാധ്യത എത്രത്തോളമുണ്ടെന്ന് അളക്കാൻ കഴിയുന്ന ആ കഴിവാണ് അദ്ദേഹത്തെ ഒരു ലെജൻഡാക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ വിജയരഹസ്യം വെറും നല്ല കഥകൾ മാത്രമല്ല, അതിനു പിന്നിൽ അതിഗംഭീരമായ ഒരു ഫിനാൻഷ്യൽ പ്ലാനിംഗ് കൂടിയുണ്ട്. ചെലവ് ചുരുക്കുക, ലാഭം കൂട്ടുക. 100 കണക്കിന് ലൊക്കേഷനുകളിൽ പോയി കോടികൾ ചിലവാക്കുന്നതിന് പകരം വളരെ കുറഞ്ഞ ലൊക്കേഷനുകളിൽ സിനിമ തീർക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. റോഷാക്ക് എന്ന സിനിമയുടെ ഭൂരിഭാഗവും ഒരു വീട്ടിനുള്ളിലായിരുന്നു. ഭ്രമയുഗം എന്ന സിനിമ മുഴുവനായും ഒരു മനയ്ക്കുള്ളിലും, അതും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. അനാവശ്യമായ ഒരു രൂപ പോലും സിനിമയുടെ സെറ്റിൽ ചിലവാക്കാൻ അദ്ദേഹം സമ്മതിക്കില്ല. വളരെ കൃത്യമായ ഷെഡ്യൂളിൽ സിനിമ തീർക്കുക, നിർമ്മാണ ചിലവ് പകുതിയായി കുറയ്ക്കുക. തിയേറ്റർ റിലീസിന് മുൻപ് തന്നെ ഓഡിയോ, സാറ്റലൈറ്റ്, OTT റൈറ്റ്സിലൂടെ മുടക്കുമുതൽ തിരിച്ചുപിടിക്കുക. ഇതാണ് മമ്മൂട്ടി കമ്പനിയുടെ വിജയമന്ത്രം. ഇത്രയധികം പണവും ബിസിനസ്സും ഉണ്ടായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്ന് ചിലരെങ്കിലും ചോദിച്ചേക്കാം. അതിൻ്റെ ഉത്തരമാണ് കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ. തനിക്ക് കിട്ടുന്ന ലാഭത്തിന്റെ വലിയൊരു ഭാഗം ഹൃദ്രോഗികളായ കുട്ടികളുടെ ശസ്ത്രക്രിയയ്ക്കും പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുമായി അദ്ദേഹം മാറ്റിവെക്കുന്നു. വിദ്യാമൃതം, പാഥേയം തുടങ്ങി ഒട്ടനവധി പദ്ധതികളിലൂടെ ലക്ഷക്കണക്കിന് രൂപയാണ് അദ്ദേഹം പാവപ്പെട്ടവർക്കായി നൽകുന്നത്. ശരിയായ ബിസിനസ് എന്നത് പണമുണ്ടാക്കൽ മാത്രമല്ല, അത് സമൂഹത്തിന് തിരികെ നൽകുക കൂടിയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. മമ്മൂട്ടി എന്ന മനുഷ്യൻ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രായം വെറുമൊരു അക്കമാണെന്ന്, കൃത്യമായ അച്ചടക്കമുണ്ടെങ്കിൽ ഏത് ബിസിനസ്സിലും വിജയിക്കാമെന്ന്. അദ്ദേഹം തന്റെ സിനിമകളുടെ വിജയത്തെക്കുറിച്ച് വലിയ വാചകമടിക്കാറില്ല. തന്റെ ബിസിനസ്സുകളെക്കുറിച്ച് പരസ്യങ്ങൾ നൽകാറില്ല. പകരം തന്റെ പ്രവൃത്തികളിലൂടെ അദ്ദേഹം സംസാരിക്കുന്നു. അഭിനയത്തിലെ ആ വലിയ ലെജൻഡ് ബിസിനസ് ലോകത്തെ ഒരു സൈലന്റ് ടൈക്കൂൺ കൂടിയാണ്. അതെ, മമ്മൂട്ടി എന്ന ബിസിനസ്സുകാരൻ എന്നും ഒരു അത്ഭുതമാണ്.